അക്ബറിന്റെ ബോഡി വെയിറ്റിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും. അതൊരു കൺവെയർ ബെൽറ്റ് ആണ്. കൺവെയർ ബെൽറ്റിന്റെ ഇടയ്ക്ക് നമ്മുടെ വിരലോ അല്ലെങ്കിൽ എന്തെങ്കിലും ശരീരഭാഗമോ പോയി കഴിഞ്ഞാൽ ചതഞ്ഞരഞ്ഞ് അതങ്ങ് പോത്തേ ഉള്ളൂ. ആ ഒരു ബോധം അക്ബർ അവിടെ കാണിക്കുന്നില്ല. അനു കരയുന്നുണ്ട്. ആ സമയത്ത് എന്ത് വേണേലും സംഭവിക്കായിരുന്നു. ഭാഗ്യത്തിന് ഇത്രയും വെച്ചിട്ട് നിന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് അറിയണമെന്ന് ഞാൻ കേട്ടില്ല. അറിഞ്ഞോ അറിയാതെയോ അനുമോൾക്ക് അങ്ങനെ ഒരു ഹേർട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സോറി പറയാൻ ഞാൻ തയ്യാറാകുമായിരുന്നു. എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ അവിടെ ആദ്യം തന്നെ ഏറ്റവും ഈ വീട്ടിലെ ഏറ്റവും മോശപ്പെട്ടവനാക്കി എന്നെ ചിത്രീകരിച്ചു കഴിഞ്ഞു. ബിഗ് ബോസ് സീസൺ 7 7 പണി 24/7 ജിയോ ഹോട്ട്സ്റ്റാർ. ബോഡി വെയിറ്റിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും. അതൊരു കൺവെയർ ബെൽറ്റ് ആണ്. കൺവെയർ ബെൽറ്റിന്റെ ഇടയ്ക്ക് നമ്മുടെ വിരലോ അല്ലെങ്കിൽ എന്തെങ്കിലും ശരീരഭാഗമോ പോയി കഴിഞ്ഞാൽ ചതഞ്ഞരഞ്ഞ് അതങ്ങ് പോത്തേ ഉള്ളൂ. ആ ഒരു ബോധം അക്ബർ അവിടെ കാണിക്കുന്നില്ല. അനു കരയുന്നുണ്ട്. ആ സമയത്ത് എന്ത് വേണേലും സംഭവിക്കായിരുന്നു. ഭാഗ്യത്തിന് ഇത്രയും വെച്ചിട്ട് നിന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് അറിയണമെന്ന് ഞാൻ കേട്ടില്ല. അറിഞ്ഞോ അറിയാതെയോ അനുമോൾക്ക് അങ്ങനെ ഒരു ഹേർട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സോറി പറയാൻ ഞാൻ തയ്യാറാകുമായിരുന്നു. എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ അവിടെ ആദ്യം തന്നെ ഏറ്റവും ഈ വീട്ടിലെ ഏറ്റവും മോശപ്പെട്ടവനാക്കി എന്നെ ചിത്രീകരിച്ചു കഴിഞ്ഞു. ബിഗ് ബോസ് സീസൺ 7 7 പണി 24/7 ജിയോ ഹോട്ട്സ്റ്റാർ.